സൺഡേ ഗൈഡൻസ് ഫ്രം ലോർഡ് സൺ. സൂര്യഭഗവാനിൽ നിന്നും നമ്മൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ ആത്മകാരകനിൽ നിന്നും നിങ്ങളുടെ ആത്മാവിൽ നിന്നുമുള്ള ആ ഒരു മെസ്സേജ് എന്താണ്? വി ഗോട്ട് ദ മൂൺ കാർഡ്. മൂണാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് ആണ് ദ ഒൺലി തിങ് ദാറ്റ് ക്യാൻ ഗൈഡ് യു റൈറ്റ് നൗ. ഇങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്നറിയാൻ വേണ്ടി ഓവർ അനലൈസ് അല്ല ചെയ്യേണ്ടത്. ജസ്റ്റ് ഫീൽ യുവർ ട്രൂത്ത്. ഓക്കെ, റൈറ്റ് നൗ. അതായത് നിങ്ങളുടെ ഇന്നർ സെൽഫ് എന്താണെന്നുള്ള സത്യം നിങ്ങൾക്ക് ആഗ്രഹങ്ങളായിട്ട് ഫീലിങ്സ് ആയിട്ട് ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വീക്ക്നെസ്സുകളും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യലാണ് ആദ്യപടി നിങ്ങൾക്ക് മനസ്സമാധാനത്തിലേക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടുള്ളത്. വെളുപ്പാങ്കാലത്തെ കാണുന്ന സ്വപ്നങ്ങൾ നടക്കും എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ രാവിലെ കണ്ണു തുറക്കുന്നതിന് മുൻപുള്ള കുറച്ച് സമയങ്ങളിലാണ് ഏറ്റവും നമ്മളുടെ ഇന്നർ സെൽഫുമായിട്ട് സബ് കോൺഷ്യസുമായിട്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസുമായിട്ട് നമ്മൾ ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വരുന്ന തോട്ട്സ് അല്ലെങ്കിൽ ഡ്രീംസ്, വിഷൻസ് ഒക്കെ ഡയറക്റ്റ് നമ്മളുടെ ഉള്ളിലുള്ള പാറ്റേൺസിനെ പ്രൊജക്റ്റ് ചെയ്യുന്നവയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കണ്ണ് തുറക്കുന്നതിന് മുൻപ് നമ്മൾ കണ്ട തോട്ട്സോ വിഷൻസോ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെയോ വേഗമായിട്ട് ചില ദിവസങ്ങളിൽ മുഴുവനായി നിങ്ങൾക്ക് ഓർമ്മയും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും ഇമോഷൻസും ഫീലിങ്സും ഒക്കെയാണ് വിഷൻസ് ആയിട്ട് വരുന്നത്. അതായത് സ്വപ്നം എന്ന് പറയുന്നത് നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതി ഫിലിമാക്കി സ്ക്രീനിൽ കാണുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് പാറ്റേൺസിനെ നമ്മളൊരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു വിഷനായിട്ട് കാണുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്രീം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിനെയാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യേണ്ട പീരീഡാണ് ടു സ്റ്റഡി അബൌട്ട് യുവർ അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്.